കല്ലും കഷ്ണങ്ങളും നീക്കുന്നുണ്ട്. എന്തോ പ്രതീക്ഷയുണ്ട്. ഒരു മൃതദേഹമാണ് അതിനുള്ളിലുള്ളത് എന്നാണ് സംശയം. ജീവൻ്റെ തുടിപ്പല്ല, പകരം ഒരു ശരീരമാണ് എന്നാണ് തോന്നുന്നത്. ഇത് റഡാറിൽ പതിഞ്ഞ ശരീരമാകാൻ സാധ്യതയില്ല. കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ ആ പരിസരത്ത് വന്നടിഞ്ഞു കൂടിയാൽ തന്നെ 4 ദിവസം അവിടെ പെടുക. ഇത്രയും വെള്ളമൊഴുകുന്ന സ്ഥലത്ത് ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്നാൽ ജീവൻ സ്വാഭാവികമായും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അതിനുള്ളിലൊരു ശരീരമുണ്ട് എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ സംശയിക്കുന്നത്. അവരെന്തോ അതിനുള്ളിൽ കണ്ട് സ്പോട്ട് ചെയ്ത് സാവധാനം വലിച്ചു നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ജീവൻ്റെ തുടിപ്പുള്ള ശരീരമാകണമേ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. റഡാർ നൽകിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷയാണ്. സുദേവൻ്റെയും മകൻ്റെയും ഒപ്പം യൂസഫിൻ്റെ വാപ്പയുടെയും യൂസഫിൻ്റെ ജ്യേഷ്ഠൻ്റെയും ശരീരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. പാറക്കഷ്ണങ്ങൾ അതിന് മുകളിലുണ്ട്. വലിച്ചു നീക്കിയിട്ടും നീക്കാൻ കഴിയാത്ത തരത്തിൽ ഉടക്കി കിടക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. വീണ്ടും വലിയ പാറകൾ, സ്ലാബുകൾ, പാറക്കഷണങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിൽ ജീവൻ്റെ തുടിപ്പിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ്. ശ്വാസത്തിൻ്റെ നീല സിഗ്നൽ ലഭിച്ചു. മനുഷ്യനോ മൃഗമോ ആകാം. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രേക്ഷകർക്കെതിരെ ക്ലോസ് ഷോട്ട് കാണാം, ഒപ്പം ലോങ് ഷോട്ടും കാണാം. റിപ്പോർട്ടറിൻ്റെ ക്യാമറ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നമ്മളെല്ലാവരും വലിയ കോൺക്രീറ്റ് പാളികൾ, കോൺക്രീറ്റ് തൂണുകൾ, ഇതെല്ലാം രക്ഷാപ്രവർത്തകർ പുറത്തേക്കെടുക്കുകയാണ്. അതിനിടയിൽ ഒരു പക്ഷേ ഒരു ജീവനോ അതല്ലെങ്കിൽ ഒരു ശരീരമോ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇവർ ചെയ്യുന്നത്. സ്വാഭാവികമായും വെള്ളമൊഴുകി പോകാൻ വേണ്ടി മാത്രം അവരത് ചെയ്യില്ല. അവരുടെ സംശയം വളരെ ശക്തമാണ്. അതിനുള്ളിൽ എന്തോ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കലങ്ങിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള തിരച്ചിലുകളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മളുടെ ക്യാമറ സൂം ചെയ്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ഇത് ആ കൾവേർട്ടിനുള്ളിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അത്രമേൽ ദുസ്സഹമാണ്. ആ ഒരു കലങ്ങിൻ്റെ ഭാഗം ഏകദേശം പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ ആ കല്ലുകൾക്കിടയിൽ, പാറക്കഷ്ണങ്ങൾക്കിടയിൽ ഒരു മനുഷ്യ ശരീരം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരം കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന തോന്നലിലാണ് ഇവരിത്രയും എഫേർട്ട് എടുത്ത് അതിനുള്ളിലേക്ക് പോയി രക്ഷാപ്രവർത്തകർ. ആ ക്യാമറയുടെ ഫോക്കസ് മാറ്റരുത് എന്ന് നമ്മുടെ ക്യാമറമാനോടൊന്ന് പറയണം. ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജീവനുള്ള മനുഷ്യനാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുപോകണം. അതല്ല, ചേതനയറ്റ ശരീരമാണെങ്കിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും. രണ്ടാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർ ആ ഭാഗത്തു നിന്നും വെള്ളം കൂടി പുറത്തേക്ക് മാറ്റുകയാണ്. ചെളി, വെള്ളം, പാറക്കെട്ട് ഇത്രയുമുണ്ട്. ശ്വാസത്തിൻ്റെ സിഗ്നലുണ്ട് ഉള്ളിൽ എന്നാണ്. ഇത് വീണ്ടും നമ്മൾ ആ ക്ലോസ് ഷോട്ടിലേക്ക് എത്തിയാൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വീണ്ടും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാറക്കഷ്ണങ്ങളുണ്ട്. എന്തോ ഒന്ന് കണ്ട് നിശ്ചയിച്ചുറപ്പിച്ചാണ് ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് പോകുന്നത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് പ്രത്യേകം ലൈറ്റും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുള്ളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മണ്ണ് വന്ന് ചെളി വന്ന് മൂടി അതിനുള്ളിൽ എന്തോ തടഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യ ശരീരമാവാം. അതിൽ ജീവനുണ്ടോ എന്ന് നിശ്ചയമില്ല. തീർച്ചയായും 1000-1 അംശം മാത്രം സാധ്യത മാത്രമാണ് അതിനുള്ളിലുള്ളത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഈ തെരച്ചിലിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒന്നായിരിക്കും എന്നത് നിശ്ചയമാണ്. കാരണം ആർമിതിൻ്റെ നേരെ ഇനി ജീവനുള്ളവരാരും ഈ ഭൂമുഖത്ത്, ഈ പ്രദേശത്ത് അവശേഷിച്ചിരിക്കില്ല എന്ന് കണ്ടെത്തിപ്പോയതാണ്. അതിനുശേഷം ഒരു കലങ്ങിൻ്റെ അടിയിൽ, പാറക്കഷണങ്ങൾക്ക് നടുവിൽ, ഒഴുകുന്ന വെള്ളത്തിൻ്റെയും ചെളിയുടെയും ഇടയിൽ ഒരു മനുഷ്യനോ മറ്റു ജീവജാലമോ കഴിഞ്ഞ 4 ദിവസമായി
ജീവന് വേണ്ടി ഇരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പക്ഷേ അത് 1/1000 മാത്രമേ അതിന് സാധ്യതയുള്ളൂ. ഇനി കിട്ടുന്നത് ഒരു മനുഷ്യ ശരീരമാണെങ്കിൽ, ചേതനയറ്റ ശരീരമാണെങ്കിൽ പോലും ഉറ്റവർക്കുള്ള വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. തെരച്ചിൽ പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കൈ ഭാഗത്താണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ സ്ഥലം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. മുണ്ടക്കൈയിലെ പള്ളിയുടെ അടുത്ത് യൂസഫിൻ്റെയും സുദേവിൻ്റെയും വീടിൻ്റെ സമീപത്തായിട്ടാണ് ഒരു ചെറിയ കരങ്ങുണ്ട്. ആ കലങ്ങിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തുള്ള തെരച്ചിൽ നടക്കുന്നത്. ഉള്ള ക്യാമറയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് കാണാൻ കഴിയുന്ന അതേ, എനിക്ക് തോന്നുന്നു അവർക്ക് പോലും ഇത്രയും വ്യക്തമായി കാണാൻ കഴിയില്ല. നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളോളം എന്നുള്ളതാണ്. അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ശ്വാസമുള്ള ജീവിയുടെ സിഗ്നൽ കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യനാണെന്ന് ഉറപ്പില്ല, മറ്റേതെങ്കിലും ജീവജാലമാകാം. അതെന്താണെങ്കിലും തിരികെ പിടിക്കേണ്ടതുണ്ട്. അപ്പം ആ സമയത്ത് തന്നെയാണ് പ്രദേശവാസികൾ ഇങ്ങനെയൊരു കലങ്ക് അവിടെ ഉണ്ടെന്നും ആ കലങ്കിൻ്റെ ഉള്ളിൽ വന്ന് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നും അറിയിച്ചത്. അതിനെ തുടർന്നാണ് അവിടെ പരിശോധന നടത്തിയതും കലങ്കിൽ കെട്ടിക്കിടന്ന വെള്ളവും കോൺക്രീറ്റ് സ്ലാബുകളും ഇളക്കി മാറ്റുന്നതും. കലങ്കിനുള്ളിൽ ഒരു പക്ഷേ ഏതെങ്കിലും ശരീരമുണ്ട് എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നത്.